ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ളൊരു കറിയാണ് വഴുതിനിങ്ങ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വലിയ വഴുതിനിങ്ങ എടുക്കാം. ഈ വഴുതിനിങ്ങയിൽ ജസ്റ്റ് ഇപ്പം വെളുത്തുള്ളി നമ്മളിങ്ങനെ ഉള്ളിലോട്ട് വെക്കാൻ പോകണം. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു കറിയാണ്. അപ്പം ഞാനിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതിനകത്ത് ഗ്യാപ്പ് ഉണ്ടാക്കാം കേട്ടോ, വെളുത്തുള്ളി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് വലിയൊരു വഴുതിനിങ്ങയാണ്. അപ്പം ഇനി വെളുത്തുള്ളിനെ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കാം. വെളുത്തുള്ളി മാത്രമല്ല, നമുക്ക് പച്ചമുളകും കൂടെ വെക്കണം. അപ്പം ഞാൻ ഒരു പച്ചമുളക് ഇങ്ങനെ ഉള്ളിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഉള്ളിലോട്ട് എത്ര ആക്കാൻ പറ്റുമോ അത്രയും മാക്സിമം ആക്കാതെ ഇതൊക്കെ പൊട്ടിപ്പോയി തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്ക്. ഓക്കെ, ഇതിങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിങ്ങനെ ചൂടാക്കി എടുക്കണം. ഇതിനകത്ത് ചൂടാക്കുമ്പം തക്കാളിയും അതേപോലെ തന്നെ ഈ ഒരു വഴുതിനങ്ങയും കൂടെ ഇവിടെ വെച്ചിട്ട് സ്റ്റൗ കത്തിച്ച് നമുക്കിങ്ങനെ ചൂടാക്കി കൊടുക്കാം. നമുക്കിങ്ങനെ ചുറ്റും ഇങ്ങനെ ഇതിങ്ങനെ തിരിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ വെന്ത് ഈ ഇതുണ്ടല്ലോ, ഇത് നന്നായി വെന്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു തൊലിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കറുപ്പാവും. അതുപോലെ നമ്മളിങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം വെന്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ കറി ഉണ്ടാക്കാം. അപ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞെടുക്കാം. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് കരിഞ്ഞു പോകും, പക്ഷെ ഉള്ളിൽ നന്നായിട്ട് അധികം വേവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തോണ്ടേ വേവിക്കാം. നമുക്ക് ഒരു വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വെജിറ്റബിൾ ചോപ്പറിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും ചെയ്യാം. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിക്കുക. ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ജീരകം ഇടുക. പിന്നെ സവാള നമ്മൾ അരിഞ്ഞു വെച്ചത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോഴത്തേ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയുടെ പൊടി, ഇത്രയും പൊടികളാണ് വേണ്ടത്. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് കരിഞ്ഞ് ഇങ്ങനെ തൊലി ഇങ്ങനെ അടർന്ന് വരും കേട്ടോ. അതിങ്ങനെ കണ്ടോ, ഇങ്ങനെ വരുന്നത് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എടുക്കാം. ഇവിടെയൊക്കെ എല്ലാം നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. കരിയല്ല എന്ന് വെച്ചാൽ തൊലിയെല്ലാം നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ വഴുതനങ്ങ. ഇപ്പം ഇത് ചൂട് കുറച്ചൊന്ന് ഇങ്ങനെ ആറിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ആക്കി തന്നെ വരും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഫോക്ക് വെച്ചിട്ടോ അങ്ങനെ ആക്കിയാൽ മതി. ഇതിപ്പോൾ ഇത്തിരി ചൂടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ എന്താ പറയുന്നത്, ഈ കരിഞ്ഞത് ഇങ്ങനെ കഴിക്കാൻ അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഇതിങ്ങനെ കഴുകിയെടുക്കാം. പക്ഷെ ഞാനിപ്പം കഴുകണില്ല, കാരണം ഇതിൻ്റെ ആ ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത്തിരി കരിഞ്ഞ ആ സംഭവങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കണം. ഇതൊക്കെ കണ്ടോ, നല്ല പെട്ടെന്ന് വരുന്നുണ്ടല്ലോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു നന്നായിട്ട്. ഇനി തക്കാളിയും ഇതും കൂടിയിട്ട് ഒരു ഫോക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾക്കിങ്ങനെ ചതച്ചെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട്. മുളകും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. ഉള്ളി ഇപ്പം നന്നായിട്ട് വഴണ്ട് അതിലോട്ട് പൊടികളെല്ലാം ഇട്ടു. അപ്പോൾ നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വഴുതനങ്ങയും അതേപോലെ തക്കാളി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചത് ചേർക്കണം. അപ്പം ഇനി ഇത് നന്നായിട്ട് ചതച്ചെല്ലാം എടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവമൊക്കെ കൂടെ ഇതിൽ കൂട്ടാം. ഇനി നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് ചേർക്കാം. ഇനി ഇതൊന്നൊരു കുറച്ച് നേരം കൂടെ ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു ഇത്തിരി ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് ഗ്രേവി ഒന്നും ആക്കണ്ട. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഗ്രേവി വേണമെങ്കിൽ ഈ വഴുതനങ്ങ ഇടുന്നതിന് മുന്നേ കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വഴുതനങ്ങ ഇട്ടാൽ മതി.
ഇതിപ്പോൾ എനിക്ക് അധികം ഗ്രേവി വേണ്ട, ഇതിങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാവരും അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത്തിരി ഒരു വെള്ളം ഒഴിച്ചതേ ഉള്ളൂ, ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അവസാനം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് അരിഞ്ഞിട്ടിടുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വഴുതനങ്ങ കറി. ബൈംഗൻ ഭർത്ത എന്നാണ് പറയുന്നത് ഇതിന്. ഇത് ഞാൻ നേരത്തെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് 2 വർഷം മുൻപ്. എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.